ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ് പിക്കാർട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണ്, സ്പാനിഷ് ഓംലെറ്റ്. വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നമ്മൾ എപ്പോഴും പറയും പോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് സോഫ്റ്റായി വന്നാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതുകൂടി ചേർത്ത് നമുക്കിതൊരു 3 മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ കുറച്ച് അളവിൽ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതുകൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 8 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും ക്യാബേജും എല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 മുട്ടയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നമ്മളിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ഒപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് സവാളയും ഒക്കെ കൂടി അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് മിക്സ് ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ ഈ ഓംലെറ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മളിവിടെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൽ നിന്ന് പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചീസാണ്. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയിരിക്കുന്ന മുട്ടയുടെ മിക്സ് കൂടി നമുക്ക് ഇതിന് മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് ചീസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 6-7 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു വശം ഒന്ന് വെന്ത് വരും. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിനായിട്ട് ഇതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മറുവശം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിത് വീണ്ടും ഈ പാത്രത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയും ഒരു 6 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 6 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഓംലെറ്റിൻ്റെ 2 വശവും ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ സ്പാനിഷ് ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. ഇത് കഴിക്കുന്നതായ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഇത് ധാരാളം മതിയാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മടിക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സാധിക്കുന്ന എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്